നെക്സ്റ്റ് പഠിക്കാൻ പോണത് നമ്മൾ ഇൻട്രഡക്ഷൻ പഠിച്ചു, പിന്നെ ക്വസ്റ്റ്യൻസ് പഠിച്ചു, പിന്നെ നമ്മൾ ഹൗ ആർ യു ചോദിക്കാൻ പഠിച്ചു. എന്തായാലും ഇതെല്ലാം എൻ്റെ ചെയ്യണമല്ലോ, എൻ്റെ എന്തായിരിക്കും ടാറ്റ പറഞ്ഞിട്ട്. സോ അതിനെ പറഞ്ഞാണ് ഫറബ് ഷീൻ, അതിന് ഫെയർവെൽ പറഞ്ഞിട്ട് പോണ യൂഷ്വലി കുറച്ച് വേർഡ്സ് മെയിനാണ്. ഇൻഫോർമൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കുവാണെങ്കിൽ ബൈ എന്ന് പറഞ്ഞൊരു വേർഡാണ് ചൂസ്. എന്തുവാ? ചൂസ്. ഈ ജ്യൂസ് പോലെ ചൂസ്, അതാണ് യൂഷ്വലി എല്ലാവരും യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ താരത്തെ ചൗ ബെല്ലിയില്ലേ, അതുപോലെ ചൗ. നെക്സ്റ്റ് പറയണതെന്ന് പറഞ്ഞാൽ ഫോർമലായിട്ടും നമ്മൾ യൂഷ്വലി ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഓഫീസിൽ പോവുകയാണെങ്കിൽ ബോസിനൊക്കെ കാണുമ്പോൾ നമ്മൾ യൂഷ്വലി ഔഫ് വീഡ് സി എന്ന് പറയും. അതായത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാം. അല്ലെങ്കിൽ ഔഫ് വീഡ് യോറൻ. ഔഫ് വീഡ് യോറൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോളിൽ ഇപ്പോൾ ബാങ്കിൽ നിന്ന് വിളിക്കുകയെന്ന് ഓർത്തോ. യൂഷ്വലി ബാങ്കിൽ വിളിക്കാറില്ല, ലാസ്റ്റ് വിളിക്കുക. അപ്പോൾ നമ്മൾ കോൾ വരികയാണല്ലോ കോൺടാക്ട് ചെയ്ത്. അപ്പോൾ അവർ പറയും ഇനി നെക്സ്റ്റും നമുക്ക് കോൾ വരി കാണാം എന്ന് പറയുമ്പോൾ നമ്മളെന്താ വീട് ഹ്യോറൻ എന്നാൽ അടുത്ത പ്രാവശ്യം നമുക്ക് കോളിൽ കൂടെ കേൾക്കാം. ഇനി ഹൗ ഫീഡ് ഓഫ് ഷൈവനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ പ്രിൻസിപ്പളിലേക്കാണെങ്കിൽ നമ്മൾ യൂഷ്വലി മെയിൽ അയച്ചാണല്ലോ നമുക്കൊരു കോണ്ടാക്റ്റ് ഉള്ളേ. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം, അതിന് റിട്ടേൺ ആയിട്ട് കാണാമെന്ന് പറയുമ്പോൾ എന്ത് പറയും? ഔഫ് വീഡ് ഷ്രൈം. ഇനി അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഫോർമലായിട്ട് പറയാം ബിസ്ബാൾഡ്, സി യു സൂൺ, ഈ അടുത്തന്നെ കാണാം. അല്ലെങ്കിൽ ബുഷ് പേജ എന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും കാണാം. നമുക്ക് സി യു ലേറ്റർ എന്ന് പറഞ്ഞതല്ലേ. ഇനി നമുക്കിനി വേറെ ബിസ് മോർഗൻ, ബിസ് മിറ്റാക്, ബിസ് ആം. ഇപ്പോൾ പറയുമ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ട് നാളെ എന്തായാലും സ്കൂൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് കുളിക്സ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് അടുത്ത് പറയാം, ഷൂളറിൻ്റെ അടുത്ത് പറയാം ബിസ് മോർഗൻ, അങ്ങനെ നമുക്ക് നാളെ കാണാം. അല്ലെങ്കിൽ മിറ്റാകാണെങ്കിൽ ഉച്ചയ്ക്ക്, ആവൻ്റെ ആണെങ്കിൽ ഈവനിങ് വൈകുന്നേരം സമയം. അപ്പോൾ വൈകുന്നേരം അപ്പോൾ ബിസ് മിറ്റാഗ് എന്ന് പറയാം, ബിസ് ആവൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ദിവസങ്ങളൊക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ബിസ് മൂൺ ടാഗ്. മൺഡേന്ന് മൂൺ ടാഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബിസ് മൂൺ ടാഗ്. അപ്പോൾ അങ്ങനെ നമുക്ക് ബിസ് വെച്ച് കുറേ നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ പറഞ്ഞ പോലെ ചാവ്. നമ്മൾ A1 Day 1 Part 3ൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് പെക്രൂസൻ. എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിങ്സ്. നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയത്തില്ലേ, അപ്പോൾ നമ്മൾ പറയും ഗുഡൻ മോർഗൻ. ഗുഡ് ആഫ്റ്റർനൂണോ ഗുഡൻ ടാഗ്. ഗുഡ് ഈവനിങ് ഗുഡൻ ആവിൻഡ്. പക്ഷേ നൈറ്റ് വരുമ്പോൾ അത് ഗുഡ് ഡേ നൈറ്റാവും. അതെങ്ങനെ വന്നു, എന്ത് വന്നു ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഗ്രാമറിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും സ്റ്റുഡൻസൊക്കെ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് കുറച്ച് ദിവസം മാക്സിമം ഒന്നും നോക്കണ്ട, നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്, ബൈ ഹാർട്ട് പഠിക്കാൻ നോക്കുക. ബിക്കോസ് അതാണ് കുറച്ചും കൂടെ സിമ്പിൾ. എനിക്കറിയാം അത് പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും എന്നെക്കൊണ്ട് വയ്യ ഇതൊക്കെ ബൈ ഹാർട്ട് പഠിക്കാൻ. ഫോഴ്സ് ചെയ്യുമല്ല, ബൈ ഹാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ബിക്കോസ് ഞാൻ ആ സമയത്ത് പഠിക്കാൻ നേരത്ത് ഞാൻ ഉഴപ്പിയായിരുന്നു നടത്തേ. പിന്നെ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ബൈ ഹാർട്ട് പഠിക്കാണ്ട് ഒരു നിവൃത്തിയില്ല. സോ അങ്ങനെ അന്നും ഇരുന്ന് ബൈ ഹാർട്ട് ചെയ്താണ് ഞാനിപ്പോൾ ഈ ലെവലിൽ വരെ എത്തുന്നത്. സോ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ്സ്. ഇതിൻ്റെ ഞാനൊരു ക്വിസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ക്വിസും നിങ്ങൾ ആ ലിങ്ക് എടുത്ത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. നോക്കുക എങ്ങനെയുണ്ട്, പറ്റുന്നുണ്ടോ. പക്ഷേ അഗൈൻ ഈ പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ആ ക്വിസ് ചെയ്യാൻ നോക്കുക. ഇനി ഓക്കെ എല്ലാം മനസ്സിലായി, കുഴപ്പമില്ല, എനിക്ക് പഠിക്കാനും ചെയ്യുവാണെങ്കിലും ഗോ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര കിട്ടിയെന്ന് പറയുക, മിസ്റ്റേക്ക് എന്ത് വന്നെന്ന് പറയുക. ആൻഡ് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ആ കമൻറ്റ്സിന് റിപ്ലൈ ചെയ്യുക. സോ താങ്ക് യു എവ്രി വൺ. ഇത്ര വരെ ഇരുന്ന് കണ്ടതിന് വെരി താങ്ക് യു. അഗൈൻ മിസ്റ്റേക്സ് എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഡു ലെറ്റ് മീ നോ. ബിക്കോസ് മനുഷ്യനാണ്,
ഞാനും നിങ്ങളെപ്പോലെ ജർമ്മൻ പഠിച്ചിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. സോ മിസ്റ്റേക്സ് ആരാണെങ്കിലും ഉണ്ടാക്കും. അപ്പോൾ താങ്ക്സ് എ ലോട്ട്. ഹാവ് എ ഗ്രേറ്റ് ഡേ. അൺടിൽ നെക്സ്റ്റ് ടൈം. ബൈ.